കുർബാനയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള വിചിന്തനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വചനമാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയും, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പഴയ നിയമത്തിൽ ദൈവം പറയുന്ന കാര്യം, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കർത്താവ് ഇത് നമ്മളോട് പറയുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വിചിന്തനത്തിന് വിഷയമാക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയെ ആരാധിക്കണം? നമുക്ക് ഇന്നത്തെ വചനം ശ്രവിക്കുന്നതിന് മുൻപായിട്ട്, കർത്താവേ, നിന്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അങ്ങ് ഞങ്ങളോട് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ വചന വിചിന്തനം കേൾക്കുന്ന എന്നെ, വചനം നൽകുന്ന എന്നെ, വചനം നൽകാനായിട്ട് കർത്താവ് ഉപകരണമാക്കിയിരിക്കുന്ന എന്നെയും കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെ ആരാധിക്കാൻ, പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിന് വേണ്ടി ജീവിതത്തെ തന്നെ കൊടുക്കാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ശരിക്കും നമ്മളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഉത്തമഗീതത്തിൽ ഈശോ ഇങ്ങനെ ഒരു പ്രേമകാവ്യം പോലെ ദൈവമായ കർത്താവ് നമ്മളോട് വചനങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ, ഇസ്രായേലിനെ, സുവിശേഷ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുക, ഇസ്രായേലിനെ വധുവായും ദൈവത്തെ വരനായും ചിത്രീകരിക്കുകയാണ്. അപ്പൊ ദൈവത്തിൻ്റെ ഹൃദയം എപ്പോഴും നമുക്ക് വേണ്ടി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തുറക്കാൻ തയ്യാറായിരിക്കുക. അപ്പൊ ഹൃദയത്തിൻ്റെ തുറവിയാണ് ശരിക്കും സൗഹൃദം അല്ലെങ്കിൽ പ്രണയം. അവിടെയാണ് ആരാധന ഉണ്ടാവുന്നത്. ഹൃദയം ഒരു വ്യക്തിക്ക് വേണ്ടി തുറക്കുന്നിടത്താണ് ആരാധന ജനിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആത്മാവിലും സത്യത്തിലും. ഹൃദയം തുറക്കുന്നിടത്ത് നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനായിട്ട് പറ്റുള്ളൂ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം, ഇവരുടെ അധരം ചലിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അപ്പൊ ഹൃദയവും അധരവും ചേരുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള ആരാധന നടക്കുക. ഈ പ്രണയബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ ഒക്കെ കണ്ടെത്തുന്ന ഒരു കാര്യം, ഈ ഹൃദയത്തിന്റെ തുറവയുള്ളത് കൊണ്ട് അവരെന്തും പരസ്പരം സംസാരിക്കും, എന്ത് കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും, ഏതറ്റം വരെ പോകാനും തയ്യാറാവും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ആരാധന, ശരിയായ ആരാധന നടത്തണമെങ്കിൽ അപാരമായിട്ടുള്ള സ്നേഹം ദൈവവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജനിക്കുന്നിടത്ത് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയെ യഥാർത്ഥത്തിൽ ആരാധിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും ഉത്തമഗീതത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പം പറയുന്ന ഒരു കാര്യം, ദൈവാത്മാവും ദൈവവും ഒരാത്മാവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നു എന്ന് സുവിശേഷ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കും. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടി പ്രണയത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ആരാധന. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി തുറന്നിരിക്കുക. ആ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കുമ്പോൾ, ആ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെയാണ് ദൈവവുമായിട്ടുള്ള ആരാധനയുടെ തുടക്കം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രണയത്തിലായിരിക്കുന്ന വ്യക്തികൾ പരസ്പരം നോക്കിയിരിക്കുക, പരസ്പരം സംസാരിക്കുക, നിശബ്ദമായിട്ടിരിക്കുന്നത് പോലും ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉത്തേജിപ്പിക്കും. ഒരു പോസിറ്റീവായിട്ട് എന്താ പറയുക, ഒരു ഉത്തേജനം നമുക്ക് നൽകും. അതുപോലെ ഈ പരിശുദ്ധ കുർബാനയെ
സ്നേഹത്തോടുകൂടി പ്രണയത്തോടുകൂടി നോക്കിയിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നത് 1% കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് 10,000 മടങ്ങാണ്, അളവുകളില്ലാതെയാണ്. അപ്പൊ ആ സ്നേഹത്തിലേക്ക്, ആ സ്നേഹത്തിൻ്റെ അടയാളമായ യാഥാർത്ഥ്യമായ പരിശുദ്ധ കുർബാനയിലേക്ക്, ക്രിസ്തുവിലേക്ക് നീ നോക്കിയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിന്റെ മുഖം പ്രകാശിക്കും, നിന്നിലേക്കൊരു പോസിറ്റീവ് എനർജി നിറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ നിന്റെ പ്രണയത്തെ ഒതുക്കാനായിട്ട് പറ്റിയാൽ നിന്റെ ജീവിതം വഴിതെറ്റിപ്പോകില്ല. കാരണം നീ എത്തേണ്ടടുത്താ എത്തുന്നത്. മഗ്ദലനക്കാരി മറിയം ഒരുപാട് പ്രണയവുമായിട്ട് പോയവളാണ്, ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ. പക്ഷെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ അവളുടെ ഓട്ടം നിലയ്ക്കുകയാണ്. മറിച്ച് കർത്താവിനെ മാത്രം സ്വന്തമാക്കാനായിട്ട് അവൾ ഓടുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിന് വേണ്ടി ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തെ പ്രണയിക്കാനായിട്ടുള്ളൊരു ദാഹം, ദൈവത്തെ സ്നേഹം എന്നൊക്കെ പറയുമെങ്കിലും അതിനെ അല്പം കൂടി കിടത്തി പറയേണ്ടത് ശരിക്കും പ്രണയം എന്ന വാക്ക് തന്നെയാണ് എന്ന എന്നെ പരിശുദ്ധാത്മാവ് ഉത്തേജിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ, ഈ ക്രിസ്തുവിനെ പ്രണയിക്കാൻ, പരിശുദ്ധ കുർബാനെ പ്രണയിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് മാറും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ നടമാടുകയില്ല, നാട്ടിൽ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. അപ്പൊ കർത്താവിനെ ആരാധിക്കുമ്പോൾ, പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുമ്പോൾ, പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തെ ഒരു വ്യക്തി നമ്മളെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം നമുക്ക് കാവൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ കുർബാനെ ആരാധിക്കുക, പരിശുദ്ധ കുർബാനെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലേക്കും ദൈവകൃപ അങ്ങോട്ട് ഇടപെടും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും ഒരു ദൈവ അഭിഷേകം ഉണ്ടാകും, സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട് പറ്റും. അവസാനം ഈ പ്രണയം ചെന്നെത്തുക, അവനിൽ ലയിക്കുമ്പോൾ ആ ആരാധന ചെന്നെത്തുക, ഒടുവിൽ മരിച്ച് കർത്താവിനോടൊപ്പം ദീർഘായുസ് അനുഭവിച്ച് അവനെ ആരാധിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ ഓരോ പരിശുദ്ധ കുർബാനയുടെ ആരാധനകൾക്കും കഴിയും എന്ന യാഥാർത്ഥ്യം ഈശോ നമ്മളോട് പറയുകയാണ്. നമുക്ക് വ്യക്തികളോടൊക്കെ ആരാധന തോന്നാം അല്ലേ, അവരുടെ ചില കഴിവുകൾ കണ്ടിട്ടൊക്കെ നമുക്ക് ആരാധന തോന്നാം, അവരുടെ ആകാര ഭംഗി കണ്ടിട്ട് നമുക്ക് ആരാധന തോന്നാം, അല്ലെങ്കിൽ അവർ നന്നായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ആരാധന തോന്നാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടേ, നമ്മൾ ശരിക്കും ഒരു വ്യക്തിയെ ആരാധിക്കുമ്പോൾ നമ്മുടെ സമയം കളയുക, തീർച്ചയായും നമ്മൾ വേസ്റ്റ് ഓഫ് ടൈമാണ്. കാരണം നമ്മളൊരു വ്യക്തിയെ ആരാധിക്കുമ്പോൾ ആ വ്യക്തി നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ഫിലിം സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം, ആ വ്യക്തി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരു കാര്യമായി എനിക്കിവിടെ ഈ വ്യക്തി ആരാധന നടത്തുന്നവരോട് ചോദിക്കാനായിട്ടുള്ള കാര്യം, ഈ വ്യക്തിക്കുള്ളിൽ നിങ്ങളുണ്ടോ? പരിശുദ്ധ കുർബാനയെ ആരാധിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നീയുണ്ട്, നിന്നിൽ പരിശുദ്ധ കുർബാനയുണ്ട്. മരിക്കുമ്പോളം അങ്ങനെ നിന്നെ ആ യാഥാർത്ഥ്യത്തെ നിത്യജീവിതത്തിലേക്ക്, ദീർഘായുസിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുള്ളൂ. വ്യക്തിപരമായിട്ട് പലരെ ആരാധിക്കുന്നവർ കാണും, ആശയങ്ങളെ ആരാധിക്കുന്നവർ കാണും, പക്ഷെ ഒരൊറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാനായിട്ടുള്ളൂ, ഈ വ്യക്തിയിൽ നിങ്ങളുണ്ടോ? ഈ വ്യക്തി നിങ്ങളിലുണ്ടോ? എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് എന്ന്, ഈ ബന്ധം എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്, മരണത്തിൽ അവസാനിക്കുന്ന ഒരു ബന്ധമല്ല, അതിനും അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുമോ? ഇത് തിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ആരാധന, ക്രിസ്തുവിനെ ആരാധിച്ച വ്യക്തികളുടെയൊക്കെ പ്രത്യേകത അപാരം. യേശുവിനോട് തോന്നുന്ന ആരാധന, പരിശുദ്ധ കുർബാനയോട് തോന്നുന്ന ഒരു ആരാധന നിത്യജീവിതത്തോളം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് മദർ തെരേസയുടെ ജീവിതം.
മദർ തെരേസ ഈ ഈ കണ്ടാലറയ്ക്കുന്ന, പുഴുവരിക്കുന്ന, എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ മദർ തെരേസയെ ഉത്തേജിപ്പിക്കുക പരിശുദ്ധ കുർബാനയുടെ ആരാധനയാണ്. എല്ലാ ദിവസവും 1 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധന കഴിയാതെ മദർ തെരേസ ഒരിക്കലും തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നില്ല. ഒരിക്കലും തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ ഒരിക്കലും ഒരു സിസ്റ്റർ ഒരു പ്രാവശ്യം മദർ തെരേസയോട് ചോദിച്ചു, എന്തിനാ അമ്മേ നമ്മളിങ്ങനെ രാവിലെ തെരുവോരത്തേക്ക് പോകും, നമ്മൾക്ക് ഈ രാവിലെ ആരാധനയ്ക്ക് പകരം നമുക്ക് ഇത് അത്രയും കൂടെ നേരത്തെ നമുക്ക് തെരുവോരത്ത് എത്തിക്കൂടെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുശ്രൂഷ കുറച്ചുകൂടെ സജീവമാക്കാനായിട്ട് പറ്റില്ലേ? അപ്പോൾ മദർ തെരേസ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യ്, ഇന്ന് സിസ്റ്റർ തെരുവോരത്തെ ശുശ്രൂഷയ്ക്ക് പോരണ്ട, സിസ്റ്റർ ഇവിടെ ഇരുന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നാൽ മതി. കാരണം മദർ തെരേസയ്ക്ക് അറിയാമായിരുന്നു ഇതിൻ്റെ എല്ലാം സ്നേഹം പ്രവഹിക്കുന്നത്, ഇതിനെല്ലാം ഉത്തേജനം നൽകുന്നത് പരിശുദ്ധ കുർബാനയാണ് എന്ന് മദർ തെരേസയ്ക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധം ഈ ലോകത്തിൽ മാത്രമല്ല, അത് നിത്യജീവനോളം മദർ തെരേസയെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും ഞാൻ കാർലോസിന്റെ വലിയൊരു സ്നേഹിതനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ്. അതുകൊണ്ട് കാർലോസിന്റെ ജീവിതത്തെ കൂടെ ഒന്ന് പരിശോധനയ്ക്ക് വിധം ഇന്നലെ പറഞ്ഞതാണ്. പക്ഷെ എങ്കിലും ഈ കാർലോസ് പറയുന്നൊരു കാര്യമുണ്ട്, യൂക്രിസ്റ്റ് ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മീ, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് പരിശുദ്ധ കുർബാന. അപ്പോൾ ഈ വ്യക്തിബന്ധം പരിശുദ്ധ കുർബാനയുമായി സൂക്ഷിച്ച് ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾക്ക് വേണ്ടി അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ, പരിശുദ്ധ കുർബാനയാകുന്ന സത്യത്തെ ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ തന്നെ തീരെഴുതി അവസാനം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ജീവിതം, ക്യാൻസർ രോഗം വന്ന് കിടക്കയിലായിരുന്ന സമയത്ത് പോലും, ഓരോ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്തും തൻ്റെ ത്യാഗം, തൻ്റെ വേദനയിലൂടെ അനുഭവിക്കുന്ന സഹനം മുഴുവൻ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി അർപ്പിച്ച് മരിക്കാനായിട്ട് ഈ കാർലോസ് അക്വിത്തസിനെ ഉത്തേജിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം പരിശുദ്ധ കുർബാനയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയല്ലേ നമ്മൾ ശരിക്കും ആരാധിക്കേണ്ടത്? കാരണം അത് ഈ ലോകത്തിൽ തീരുന്നതല്ല, മറിച്ച് മറുലോകത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പിന്നെ ജോൺ പോൾ സെക്കൻഡറിനെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധന, പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുന്നത് നമ്മളെ പരിശുദ്ധ കുർബാനയാക്കി മാറ്റും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മളായിരിക്കുന്ന ആ സമയം, പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയുടെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ട്, കാലങ്ങളായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ ഈ പരിശുദ്ധ കുർബാനയാകുന്ന യാഥാർത്ഥ്യം, പരിശുദ്ധ കുർബാനയാകുന്ന ശൂന്യവൽക്കരണം, അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെ ഒക്കെ ചിന്ത, അസൂയയുടെ ചിന്ത, ജഡത്തിൻ്റെ ചിന്ത, ഇതിനെയൊക്കെ തമസ്കരിക്കാൻ ഈ പരിശുദ്ധ കുർബാനയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നത് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതിനെയൊക്കെ ഇല്ലാതാക്കാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പറ്റും. അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയുടെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഇങ്ങനെ നമ്മളോട് പറയും, ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് കർത്താവിനെ ആരാധിക്കുന്നത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് സഹനങ്ങളിൽ പിന്നീട് പരാതിയില്ല, ശരീരങ്ങളെ ബലിയാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ശരീരത്തെ തന്നെ ക്രിസ്തുവിന് വേണ്ടി തീരെഴുതാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ബലിയാക്കി മാറ്റാൻ പരിശുദ്ധ കുർബാനയുടെ ആ ശൂന്യവൽക്കരണം കുടുംബജീവിതത്തിൽ, ഇന്നൊക്കെ ഒരുപാട് കുടുംബജീവിതങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ എവിടെയാ കാരണം? വ്യക്തിബന്ധങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ കാരണം എവിടെയാ? സ്നേഹബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എവിടെയാ? ഒറ്റ കാരണമുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുമ്പോൾ, ഞാൻ വേറെ ആരെയും കേൾക്കാതെ സംസാരിക്കുമ്പോൾ, ഞാൻ കോപിക്കുമ്പോൾ, ഞാൻ എൻ്റെ അഹത്തെ പണയപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ, രണ്ട് വ്യക്തികൾ അതുപോലെ തന്നെ തമ്മിലടിക്കുമ്പോൾ സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് പിളർച്ച.
കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ പിളരുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഈ അഹംബോധമാണ്, അഹങ്കാരമാണ് എന്നുള്ള ചിന്ത തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, കുടുംബജീവിതമൊക്കെ നന്നായിട്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരൊറ്റ സന്ദേശം ഇതേ ഉള്ളൂ: പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുക. ഇടവക ദേവാലയം അടഞ്ഞു കിടക്കുമ്പോൾ പോലും ഇടവക ദേവാലയത്തിൻ്റെ മുൻപിൽ പോയി നിന്ന് എങ്കിലും കർത്താവെ, പരിശുദ്ധ കുർബാനയുടെ ഒരു ജീവിതം ജീവിക്കാൻ, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, അതെൻ്റെ കുടുംബത്തിൽ ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അത് പരിശുദ്ധ കുർബാന അടുത്തിരിക്കുമ്പോഴും അവനെ സ്വീകരിക്കുമ്പോഴും മാത്രമേ നമുക്ക് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വളരാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അല്ല, നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്കത് പറ്റില്ല. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് പറ്റില്ല. നമ്മൾ എപ്പോഴും കാണിക്കാൻ വേണ്ടിയുള്ള കുറേ പ്രകടനങ്ങൾ മാത്രമേ നടത്തുള്ളൂ. കാണിക്കാൻ വേണ്ടിയുള്ള കുറേ, അതോ ഒന്നാമത്തെ കാര്യം, അതായത് യഥാർത്ഥമായ ആരാധന, യഥാർത്ഥത്തിലുള്ള ആരാധനയിലേക്ക്, ജീവിക്കുന്ന ആരാധനയിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക, പരിശുദ്ധ കുർബാന അടുത്തായിരിക്കുക എന്നുള്ള കാര്യമേ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട് കാരണമാവുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഇടവകയിൽ ആയിരുന്ന സമയത്ത്, ഞാൻ ഡീക്കനായിരിക്കുന്ന സമയത്ത് എൻ്റെ വികാരിയച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, നമുക്ക് ഇവിടുത്തെ യൂത്ത് പിള്ളേരെല്ലാം കൂടെ സംഘടിപ്പിക്കണം. എന്നിട്ട് ക്രിസ്മസിന് നമുക്ക് ഇവിടുന്ന് ചോറും പൊതി കണ്ണൂർ, പയ്യാമ്പലം, അങ്ങനെ തളിപ്പറമ്പ് ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം കൊടുത്ത് അത് നമുക്ക് പയ്യാമ്പലം വരെ കൊടുക്കണം, കണ്ണൂർ പയ്യാമ്പലം വരെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ റെഡി. അപ്പോൾ യൂത്ത് പിള്ളേരെല്ലാം വന്നു. അച്ഛൻ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ക്രിസ്മസിന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇറച്ചിയൊക്കെ മേടിക്കും. ആ സമയത്ത് തെരുവോരത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ ഒരു പൊതി കരുതണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇടവകയിലെ ആൾക്കാരെല്ലാം ഈ പൊതി സമാഹരിച്ച് രാവിലെ 10:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ യൂത്തിനോടൊപ്പം ഞാനും പോയി. അങ്ങനെ ഞങ്ങൾ ഈ തെരുവോരത്തെല്ലാം പൊതി കൊടുത്ത് ഒരു 10, 150, 200ഓളം പൊതി ഞങ്ങൾ കൊടുത്ത്, ചോറും പൊതി കൊടുത്ത്, അത് അവസാനം ഞങ്ങൾ കണ്ണൂർ പയ്യാമ്പലത്തെത്തുമ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തിരുന്നു. ഞങ്ങളൊരു 14 പൊതി എടുത്ത് മാറ്റി വെച്ചു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പൊതി കഴിക്കുമ്പോൾ എൻ്റെ കണ്ണ് നനച്ചൊരു കാഴ്ച ഞാൻ കണ്ടു. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ചോറും പൊതി ഉണ്ടായിരുന്നു. ആ ചോറും പൊതിയിൽ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് പൊതിഞ്ഞ് ഒരു 500 രൂപ ഒരു റബ്ബർ ബാൻഡിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം പ്രിയപ്പെട്ടവരെ, എനിക്ക് പിന്നീട് ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വ്യക്തി പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്. ഞാൻ അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ചു. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ആരും കാണാതെ വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ, ആ പ്രകടനങ്ങൾ അവസാനിപ്പിച്ചിട്ട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരൊറ്റ കാര്യം വേണം: പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ ചന്ദനമുട്ടി ചുമക്കുന്നവൻ്റെ ചുമലിൽ ചന്ദനത്തിൻ്റെ ഗന്ധമുള്ളതുപോലെ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നവൻ്റെ ഉള്ളിൽ, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവൻ്റെ മുൻപിൽ ശരിക്കും ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ ഉദ്ദീർണമായിട്ട് മാറും. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്: പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന നിന്നിലേക്ക് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ ചൈതന്യം കടന്നു വരും. രണ്ടാമത്തെ കാര്യം, ഈശോ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഈശോയുടെ മുമ്പിലായിരിക്കുന്നതും അകന്ന് അധ്വാനിക്കുന്നതും തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. ഈശോയുടെ മുൻപിലായിരിക്കുന്നതും ഈശോയുടെ അകലെ ആയിരുന്നു കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതും തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതിന് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ വിചിന്തനത്തിന് വിഷയമാക്കി നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. മർത്തായും മറിയവും ഈശോയെ ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോയെ ഭവനത്തിൽ സ്വീകരിച്ചു. മർത്തായി ഇങ്ങനെ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഭക്ഷണം ഉണ്ടാക്കണം, ഈശോയ്ക്ക് ശുശ്രൂഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കണം, അതിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം തരപ്പെടുത്താനായിട്ട് ഓടി നടക്കുന്നതിന് ഇടയിൽ മർത്ത ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ട്. കർത്താവ് ശുശ്രൂഷക്കായിട്ട് ഇതാ എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു. മർത്തായുടെ ഉള്ളിൽ ഒരു പഴിചാരലും ഒരു പരാതിയുണ്ട്. അപ്പം മർത്ത ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു. പക്ഷെ കർത്താവ് മറിയം പാദത്തിലായിരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിച്ചു.
അപ്പോൾ ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തയും ആകുലയുമായിരിക്കുന്നു. പക്ഷെ ഇത് മാത്രം ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കർത്താവിന് വേണ്ടി ശുശ്രൂഷ മനുഷ്യൻ എന്തോരം ചെയ്താലും അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കാനായിട്ട് പറ്റില്ല. ദൈവത്തോട് കൂടെ അല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന ശുശ്രൂഷകൾ പരിസമാപ്തിയിൽ എത്തുകയില്ല. ആദ്യം ദൈവത്തോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യണം, ദൈവത്തിൻ്റെ പാദത്തിങ്കൽ ഇരിക്കണം. ദൈവത്തിൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക്, ശുശ്രൂഷ ശൈലികളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടിപതറാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യമാണ് ദൈവത്തിന് പ്രധാനം, അല്ലേ? ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളൊരു സംഭവം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, എന്ന് പറയുക നമ്മളൊരു മൺകലം നിർമ്മിച്ചു എന്ന് വിചാരിക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഈ മൺകലം കാണുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്തത് റിലീസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് കേൾക്കുന്നതാണ് ഏറ്റവും മാധുര്യമായിട്ടുള്ള കാര്യം. അപ്പോൾ സ്രഷ്ടാവിൻ്റെ മുൻപിലേക്ക് വരുന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. സ്രഷ്ടാവിൻ്റെ മുൻപിലായിരിക്കുക എന്നുള്ളതാണ് സ്രഷ്ടാവിനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം തിരിച്ചറിയണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാലഘട്ടമൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലോ നമ്മൾ ജീവിക്കുന്നത്. മരിക്കുവോ ജീവിക്കുവോ എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ ഭയപ്പെട്ടും ഭീതിപ്പെട്ടും ഒക്കെ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുന്ന ഒരു കാര്യം, സ്രഷ്ടാവിൻ്റെ മുൻപിലേക്ക് കടന്നു വരണം, അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് വിചാരിക്കാം. ഉടനെ തന്നെ നമ്മളൊരു പിറ്ററിനെ വിളിച്ചിട്ട് വണ്ടി ശരിയാക്കി. ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കോഴിക്കോടുനിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. മലപ്പുറത്ത് കോഴിക്കോട് റൂട്ടിൽ വരുന്ന സമയത്ത് വണ്ടി എത്ര നോക്കിയിട്ടും സെക്കൻഡ് ഗിയറിൽ നിന്ന് മാറുന്നില്ല. സെക്കൻഡ് ഗിയർ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഗിയർ മാറ്റാൻ നോക്കിയിട്ട് ഗിയർ ചേഞ്ച് ആവുന്നില്ല. അപ്പം ഞാൻ ഈ വണ്ടി ഇങ്ങനെ ഉന്തി സെക്കൻഡ് ഗിയറിൽ 40 കിലോമീറ്റർ സ്പീഡിൽ കോഴിക്കോട് വരെ എത്തിച്ചു. അതിന് ഇടവഴിയിൽ ഞാനൊരു പിക്ചറെ കണ്ടവരെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇതേതായാലും മാരുതിയുടെ ഷോറൂമിൽ തന്നെ കാണിക്കണം. അപ്പോൾ ഞാൻ കോഴിക്കോട് താമരശ്ശേരി എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഈ വണ്ടി ഒരു പമ്പിൻ്റെ സൈഡാക്കി. അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ സർവീസ് സെൻ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടുന്ന് ഒരു 2 പേര് വന്നു. അവർ ചെറിയൊരു സംഭവം മാറ്റിയിട്ടപ്പോഴേ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ അതായത് സ്രഷ്ടാവിൻ്റെ മുൻപിൽ ആയിരിക്കുന്നിടത്തോളം സുരക്ഷിതമല്ല വേറെ എവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ ദൈവമാണ്. അപ്പം ദൈവത്തെ കാണാൻ നമുക്കും അതേ ആഗ്രഹം വേണം. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മൾ ആരാധിക്കുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ദേവാലയത്തിലൊക്കെ സമയം കിട്ടുമ്പോൾ നമുക്ക് പോയി ഇരിക്കാനായിട്ട് തോന്നണം. ഈശോ അവിടെ ഇല്ലേ? ഈശോയുടെ സത്യമായിട്ടുള്ള സാന്നിധ്യം അവിടെ ഇല്ല. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും. മൂന്നാമത്തെ കാര്യം, നമുക്ക് ആരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടാതെ ഇരിക്കാൻ പറ്റിയ സ്ഥലം പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്. ആരും ഒറ്റപ്പെടുത്താതെ ഇരിക്കുന്ന സ്ഥലം പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്. ഈശോയുടെ അടുക്കലേക്ക് വരുന്ന ഒരാളെ ഈശോ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരാളെ ഈശോ വെറുതെ വിട്ടിട്ടില്ല. ഈശോയുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടോ അവർ 2 കൈ നീട്ടി ഈശോ സ്വീകരിച്ചിട്ടുണ്ട്. 2 കൈ നീട്ടി ഈശോ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം തിരസ്കൃതരാകാനായിട്ടല്ല ഇഷ്ടം, സ്വീകൃതരാകാനായിട്ടാണ് നമുക്കിഷ്ടം. അതുകൊണ്ട് നമ്മളെ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഏക സ്ഥലം അത് പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്. അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് പോയാൽ ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഒരു അമ്മയുടെ മടിത്തട്ടിൽ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കാനായിട്ട് പറ്റും. എൻ്റെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ എന്നെ വേട്ടയാടിയ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഞാൻ വ്യക്തികളുടെ അടുക്കിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ചില സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇങ്ങനെ ശാന്തമായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശാന്തത, ഒരു പ്രശാന്തത, ഒരു എന്താ പറയുക, ഒരു ആശ്വാസം, അത് ഒരു സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ
വാക്യത്തിൽ ഇങ്ങനെ പറയും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മളെല്ലാം അധ്വാനിക്കുന്നവരാണ്. പലവിധ മാനസികമായിട്ട് ശാരീരികമായിട്ട് അത്യധ്വാനം ചെയ്ത് ഈ ടെൻഷൻ ഇങ്ങനെ പിരിമുറുകി വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുമ്പോൾ, പ്രിയപ്പെട്ട മകനെ മകളെ, നിനക്ക് വേണ്ടി കർത്താവിൻ്റെ ഒരു മടിത്തട്ട് നിന്റെ ദേവാലയത്തിൽ തുറന്നിരിപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിഞ്ഞ് ഒരാഴ്ചയിൽ അല്പസമയം കർത്താവിൻ്റെ മുൻപിൽ ദേവാലയത്തിൽ വെറുതെ പോയിരിക്കാൻ സമയം കണ്ടെത്തിയാൽ നിനക്കൊരു സൈക്കോളജിസ്റ്റിനും ഒരു വ്യക്തിക്കും പരിഹരിക്കാൻ പറ്റാത്ത നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ നിന്റെ ദൈവത്തിന് പറ്റും എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിയണം. രണ്ടാമത്തേത്, ഭാരങ്ങൾ വഹിക്കുന്നു. നമുക്ക് നമ്മുടേതായ ജീവിതത്തിന് ഒരു ഭാരമുണ്ട്, നമ്മുടേതായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ നമ്മുടെ ചുമലിൽ വെച്ച് തരുന്ന ഭാരങ്ങളും നമ്മൾ ചിലപ്പോൾ ചുമക്കേണ്ടതായിട്ട് വരും. ചില കളിയാക്കലുകളായിരിക്കാം, ചില പരിഹാസങ്ങളായിരിക്കാം, ചില ബുദ്ധിമുട്ടുകളായിരിക്കാം, ചില ക്ലേശങ്ങളായിരിക്കാം. അപ്പം ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ നേരിടാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിക്കടി എപ്പോഴും പ്രശ്നമാണ്, പല്ലിന് പല്ല് എപ്പോഴും പ്രശ്നമാണ്. അല്ല, ഇതിനെല്ലാം കാരുണ്യത്തോടുകൂടി നേരിടണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയാകുന്ന കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവയുടെ മുൻപിൽ നീ ചെലവഴിക്കുന്ന മണിക്കൂറുകളാണ് നിനക്ക് സാന്ത്വനമായിട്ട് മാറുക എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിയണം. അതുകൊണ്ട് ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ ഉറവിടം, ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ മടിത്തട്ട് അത് പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ് എന്ന് തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വചനം, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലെല്ലാം സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം, പലതിനും വേണ്ടിയുള്ള വിശപ്പ്, ആത്മീയമായിട്ടുള്ള വിശപ്പ്, ശാരീരികമായിട്ടുള്ള വിശപ്പ്, മാനസികമായിട്ടുള്ള വിശപ്പ്, ഇതെല്ലാം നമുക്കുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ, ഈ വിശപ്പിനെ എന്നേക്കുമായിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് വരും. അതായത് കർത്താവ് തന്നെ പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല. അപ്പൊ നമ്മൾ ചെല്ലണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. സെന്റ് അഗസ്റ്റിൻ പറയുന്നില്ലേ, അതായത് നമ്മുടെ ഒരു പരിശ്രമം വളരെ പ്രധാനപ്പെട്ട ദൈവാനുഗ്രഹം പ്രാപിക്കാം. നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ കർത്താവ് 1000 സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാണ്. നീ ഒരു സ്റ്റെപ്പ് എടുത്താൽ നിന്റെ ദൈവം, നീ ഒരു പൂ ചോദിച്ചാൽ നിനക്കൊരു പൂന്തോട്ടം തരാൻ തയ്യാറാണ്. അതുകൊണ്ട് കർത്താവ്, സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിന്റെ സമ്മതം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്, നിന്റെ സമ്മതം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സമ്മതം കൂടാതെ നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിന്റെ സമ്മതം ആവശ്യം. നിന്നെ കർത്താവ് അനുഗ്രഹിക്കണമെങ്കിൽ, നിന്റെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് വരണമെങ്കിൽ, സ്വർഗരാജ്യത്തോളം നിന്നെ എത്തിച്ചു നിർത്തണമെങ്കിൽ, ഈ പരിശുദ്ധ കുർബാനയാകുന്ന യാഥാർത്ഥ്യത്തിൻ്റെ, സത്യത്തിൻ്റെ പരമകാഷ്ഠയുടെ മുൻപിലേക്ക് നീ നടന്നെടുക്കാനായിട്ട് നീ എടുക്കുന്ന സ്റ്റെപ്പ് കർത്താവ് വിലമതിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദാഹങ്ങളെ ഇല്ലാതാക്കാൻ, നമ്മുടെ വിശപ്പിനെ ശമിപ്പിക്കാൻ ഒരൊറ്റ മാർഗമുള്ളൂ, കർത്താവിൻ്റെ അടുക്കലേക്ക് വരണം, ഈശോയുടെ അടുക്കലേക്ക് വരണം. അടുത്ത കാര്യം, ഈ ആരാധനയിലൂടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകാന്തതയിലും ഒറ്റപ്പെടലും കഴിയുന്നവർക്ക് ഉത്തമ സുഹൃത്താണ് പരിശുദ്ധ കുർബാന. ഏകാന്തതയിലും ഒറ്റപ്പെടലിലും കഴിയുന്നവർക്ക് ഏറ്റവും വലിയ ഔഷധമാണ് പരിശുദ്ധ കുർബാന. കാരണം ഈ പരിശുദ്ധ കുർബാന എന്നത് ഒരു ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈശോ തന്നെ ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പൊ പിതാവിന്റെ സാന്നിധ്യം ഈശോയിലുണ്ട്. വീണ്ടും ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കൂട്ടായ്മയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ത്രിത്വ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ, ഏറ്റവും വലിയ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ കൂടിച്ചേരുക. ഏറ്റവും വലിയ ശക്തിയുടെ സ്രോതസ്സായ ദൈവീക കുടുംബത്തിലേക്കാണ് നമ്മൾ കൂടിച്ചേരുക. അപ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും. പരിശുദ്ധ കുർബാന ആരാധനയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയുടെ മുൻപിലാണ് നമ്മളായിരിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം ഈ കർത്താവിൻ്റെ ശരീരത്തിൽ, രക്തത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുമ്പോൾ ഏറ്റവും വലിയ കൂട്ടിലേക്കും കൂട്ടായ്മയിലേക്കുവാ നമ്മൾ എത്തിച്ചേരുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതിനപ്പുറം വേറൊരു ശക്തിയില്ല, ഇതിനപ്പുറം നിന്നെ ശക്തിപ്പെടുത്താനായിട്ട് മറ്റൊരു യാഥാർത്ഥ്യത്തിനും കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക.
ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, ശരിക്കും പരിശുദ്ധ കുർബാനയിലെ ആ ദൈവ സാന്നിധ്യം റിയൽ ആണോ? ഈസ് ഇറ്റ് റിയൽ? പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യം ഒരു സത്യമായിട്ടുള്ള കാര്യമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുക. പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം നീ പരിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് കൊന്ത ചെല്ലാൻ മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പറ്റും, പക്ഷെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നമുക്ക് പറ്റില്ല. കാരണം പരിശുദ്ധ കുർബാന എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്ത് നിത്യജീവനുണ്ട്, അവസാനം ഞാൻ അവനെ ഉയർപ്പിക്കും. അത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഒരു വ്യക്തി സ്വർഗരാജ്യത്തിലെത്തും എന്നത് ഉറപ്പായതുകൊണ്ട് ഏറ്റവും കൂടുതൽ പിശാച് അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്നൊരു കാര്യം എങ്ങനെയാലും ഈ ആത്മാവിനെ കുർബാനയിലേക്ക് വിടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നൊരു കാര്യം കൂടെയാണല്ലോ. രണ്ടാമത്തേത്, പരിശുദ്ധ കുർബാനയിൽ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ 142ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭയിൽ നടന്നിട്ടുണ്ട്. അതിലെല്ലാം കർത്താവിൻ്റെ 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു വ്യക്തിയുടെ ഹൃദയഫലകത്തിൻ്റെ ഭാഗമാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയിലൂടെ വെളിപ്പെട്ട ഈ അപ്പവും ഈ ശരീരവും രക്തവും എന്ന എല്ലാ 142ഓളം വരുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും സാക്ഷ്യപ്പെടുത്തുക. അങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിച്ച് നിരീശ്വരവാദികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പോലും അത് ജീവിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗം. അപ്പം അങ്ങനെ ശരിക്കും നിരീശ്വരവാദികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പോലും മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അടുത്തൊരു കാര്യം, ബെന്നി ഹിൻ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനികൾ വചനത്തിലൂടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, അവരത് വിശ്വസിക്കുന്നു, അത് ഏറ്റുപറയുന്നു. അതുകൊണ്ട് അവരിൽ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം നടക്കുന്നു. അത് പ്രൊട്ടസ്റ്റന്റുകാരെക്കാൾ അപ്പുറത്താണ്, കാരണം അത് സത്യമാണ്. പ്രൊട്ടസ്റ്റന്റുകാരനായ ബെന്നി ഹിൻ എന്ന് പറയുന്ന പാസ്റ്റർ പറയുന്ന കാര്യം ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു പോവുകയാണ്. കാരണം നമുക്ക് ആരാധനയ്ക്ക് പോകേണ്ട, ആരാധന ശുശ്രൂഷയിലേക്ക് കിടക്കേണ്ട സമയമായി. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുക. അതായത് പരിശുദ്ധ കുർബാനയിൽ ദൈവ സാന്നിധ്യം ഇല്ല എന്ന് പറയുന്നത് ആരാ? പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഒരു സമയം പോലും ഇരിക്കാതെ വിശ്വാസത്തോടു കൂടി ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ അല്പസമയം പോലും ഇരിക്കാത്തവർ പറയാൻ എളുപ്പമാണ് പരിശുദ്ധ കുർബാന ദൈവ സാന്നിധ്യം ഇല്ല എന്ന്. പക്ഷെ ഇതൊരു അനുഭവത്തിന്റെ തലത്തിൽ നിൽക്കുന്ന യാഥാർത്ഥ്യം, അനുഭവത്തിന്റെ തലത്തിൽ നിൽക്കുന്ന സത്യമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സോപ്പ്, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഉദാഹരണം പറയാം. സോപ്പ് നമ്മൾ അതെടുത്ത് ഉപയോഗിക്കാത്തിടത്തോളം കാലം നമുക്കത് ഉപയോഗപ്രദമായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ നീ വിശ്വാസത്തോടു കൂടി നീ പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു പോവാ. അപ്പം നിനക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും പരിശുദ്ധ കുർബാനയിൽ ദൈവമുണ്ട് എന്ന്. അതിന് ആ ഒരു വിശ്വാസത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നീ കടന്നു പോവാ. അപ്പം നിനക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും പരിശുദ്ധ കുർബാനയിൽ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന്. അടുത്ത സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം മരുന്ന്. അതായത് മരുന്ന് നമ്മൾ മേടിച്ച് നമ്മുടെ അടുത്ത് വെച്ചാലും നമ്മളത് എടുത്ത് ഉപയോഗിക്കാത്തിടത്തോളം കാലം നമ്മുടെ രോഗം മാറുന്നില്ല. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ യാഥാർത്ഥ്യവും ഇങ്ങനെയാണ്. അതായത് ഈ മെഡിസിൻ പോലെ ഈ മെഡിസിൻ നമ്മുടേതാകണമെങ്കിൽ നമ്മൾ അത് എടുത്തുപയോഗിക്കണം. അത് എടുത്തുപയോഗിച്ച് നമ്മുടേതാക്കി മാറ്റുമ്പോഴേ നമുക്ക് അത് സൗഖ്യം നൽകുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കാം, സ്നേഹിക്കാം, ആരാധിക്കാം. അങ്ങനെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങളുടെ താക്കോൽ തുറക്കാനായിട്ട് ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ കുർബാനയെ ആരാധിക്കാം. നമുക്ക് തുടർന്ന് ആരാധന ശുശ്രൂഷയിലേക്ക് കടന്നു പോകാം. ദൈവം നമ്മളെല്ലാവരെയും ഈ ശുശ്രൂഷയിലൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നവ്യ സ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. ദിവ്യകാരുണ്യമേ, നവ്യ സ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ
ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കേണ്ടതിനെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഞാൻ കർത്താവിനെ ആരാധിക്കണം? കർത്താവ് അത് നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഈശോ നമ്മളോട് പറയുന്നത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പുതിയ നിയമത്തിൽ ഈശോ പറയുക, ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത്. വീണ്ടും ഈശോയുടെ ഒരു വിഷമം, കർത്താവിൻ്റെ ഒരു വിഷമം, ഈ മനുഷ്യരുടെ അധരവും ഹൃദയവും തമ്മിൽ ചേരുന്നില്ല. അധര വ്യായാമമായിട്ടാ പലപ്പോഴും എൻ്റെ സന്നിധി വ്യാപരിക്കുക, പക്ഷെ ഹൃദയം അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നില്ല. ഈശോയുടെ ഒരു വലിയ ദുഃഖം. പ്രിയപ്പെട്ടവരെ, ആരാധന സ്നേഹത്തിൽ നിന്ന് തുടങ്ങണം. കർത്താവുമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിൽ നിന്ന് വേണം നമ്മൾ ആരാധന ആരംഭിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ആരാധിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഈ സമയം നമ്മൾ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ബോറിങ്ങും, നമുക്കൊരു വിമ്മിഷ്ടവും, നമുക്കൊരു ഇഷ്ടക്കേടൊക്കെ തോന്നും. ഈശോയിൽ പ്രിയപ്പെട്ട മകനെ, മകളെ, സ്നേഹത്തോടു കൂടി ഈ സമയം ഈശോയുടെ സന്നിധിയിലായിരിക്കാം. യോഹന്നാൻ ഈശോയുടെ വക്ഷസിലേക്ക്, ചങ്കിലേക്ക് തല ചായ്ച്ച് കിടന്നപ്പോ യോഹന്നാന് പിന്നെ സംസാരിക്കാനായിട്ടൊരു ഒറ്റ വിഷയം ഉണ്ടായിരുന്നുള്ളൂ, സ്നേഹത്തെക്കുറിച്ച്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നൊരു കാര്യം, ഞാനൊരു കൽപ്പന നിങ്ങൾക്ക് തരികയാണ്. ഈശോ പഠിപ്പിച്ച ഏക കാര്യം അതാ യോഹന്നാൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയും. അപ്പൊ സ്നേഹത്തിന്റെ പൊട്ട് നെറ്റിയിൽ ചാർത്തിയവനാണ് വിശ്വാസി. ശത്രുക്കളോടും ക്ഷമിക്കുന്നവനാണ് വിശ്വാസി. അതുകൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കും, തള്ളിപ്പറയുമെന്നൊക്കെ അറിഞ്ഞിട്ടും കാല് കഴുകാനും ചുംബിക്കാനും ഒക്കെ യൂദാസിന്റെയും പത്രോസിന്റെയും ഒക്കെ അരികിലേക്ക് സ്നേഹത്തോടുകൂടി കടന്നു ചെല്ലുക. അതുകൊണ്ടാണ് അവരെ പോലും സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്താനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഈശോയുടെ സന്നിധിയിൽ സ്നേഹത്തോടുകൂടി ആയിരിക്കാം. നമ്മൾ വെറുക്കപ്പെടുന്നതിൻ്റെ, മനുഷ്യരാൽ വെറുക്കപ്പെടുന്നതിൻ്റെ, മനുഷ്യരാൽ ചവിട്ടിമെതിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് ഈ സ്നേഹത്തെക്കുറിച്ച് പറയാനില്ലാത്തതാണ്. സ്നേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഈശോയുടെ വക്ഷസിലേക്ക് തല ചായ്ച്ച് കിടക്കണം. അതിനാ ഈശോ നിന്നെ വിളിക്കുക. അപ്പൊ നിന്റെ സമസ്ത മേഖലകളും കർത്താവ് അനുഗ്രഹിക്കും. ഇതൊരു ഭയങ്കര മാധുര്യമുള്ള സമയമാണ്, ഭയങ്കര മാധുര്യമുള്ള സമയമാണ്. മഗ്ദലനക്കാരി മറിയം, അവള് ഈ ലോകത്തിന്റെ സ്നേഹത്തിന് വേണ്ടി ഒക്കെ പരിശ്രമിച്ചോടി നടന്നു. പക്ഷേ അവള് തൻ്റെ സ്നേഹത്തിന്റെ ഉറവയായ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോ പിന്നെ അവന് വേണ്ടിയായി അവളുടെ നടത്തം. അപ്പൊ പ്രിയപ്പെട്ട മകനെ, മകളെ, സ്നേഹത്തിന്റെ വിത്തുകൾ പാകി സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ പരിശുദ്ധ കുർബാനയുടെ ചാരെ ചങ്ക് വെച്ച്, ചെവി വെച്ച്, നിന്റെ ജീവിതത്തെ വെച്ച് കാത്തിരിക്കണം. ഇത് ഭയങ്കര മാധുര്യമുള്ള ഒരു സമയമാണ്, ഭയങ്കര മാധുര്യമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യത്തെ, ത്രിത്വ സാന്നിധ്യത്തെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, നമുക്കെല്ലാം അറിയാവുന്നൊരു പാട്ടില്ലേ, നമ്മളെല്ലാം കാണാതെ ചെറുപ്പം മുതലേ പഠിച്ചൊരു പാട്ടില്ലേ, ആ പാട്ടിന്റെ ഈരടിയോട് ചേർന്ന് നമുക്ക് പാടി, ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് നമ്മൾ ഈ സമയം എവിടെയായിരുന്നു, വീട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മൾ ഈ സമയം ഈശോയിലേക്ക് നോക്കി, ഈശോയിലേക്ക് മാത്രം നോക്കി നിന്നുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ള ഈ തിരുവോസ്തിയിൽ, ഈശോയുടെ ശരീരമാകുന്ന ഈ തിരുവോസ്തിയിൽ, ഈശോയിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുക. ഈ ത്രിത്വ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പാടി പ്രാർത്ഥിക്കുകയാണ്.
അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടും. പ്രിയപ്പെട്ടവരെ, ശിരസ്സു നമിച്ച് പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ ഒപ്പം നടന്നവൻ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടൽ ഭേദിച്ചു കൊടുത്തവൻ, എല്ലാ ആപത്തപകടങ്ങളിൽ നിന്നും രക്ഷിച്ച് തൻ്റെ സ്വന്തം ജനതയായി ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന പിതാവായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നിന്റെ ശിരസ് നമിച്ച് നിന്റെ ജീവിതത്തെ, നിന്റെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ, നിനക്കുള്ളതിനെ, നിന്റെ ഉള്ളിനെ കൊടുത്തുകൊണ്ട് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എവിടെ ആയിരുന്നാലും വിശ്വസിച്ചുകൊണ്ട്, ഈ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം, പഴയ നിയമത്തിൽ മുഴുവൻ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം, ബൈബിളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശിരസ് നമിച്ച് വിശ്വാസത്തോടു കൂടി നമുക്ക് പാടി ഒരിക്കൽ കൂടി ജീവനും എൻ്റെ സർവസ്വവും. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടും. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥത്വത്തിൻ്റെ വേദന നീ പേറുന്നുണ്ടെങ്കിൽ, ആരുമില്ല എന്ന ചിന്ത നിന്റെ ഉള്ളിനെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ, എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു ജ്വലനം അനുഭവപ്പെടുന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നു, കുർബാനയ്ക്ക് വന്ന് എല്ലാം ചെയ്യുന്നു, പക്ഷെ എനിക്കൊന്ന് ജ്വലിക്കാൻ പറ്റുന്നില്ല. മകനെ, മകളെ, പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തെ കൊടുക്ക്. പേടി, ഭയം, ഇങ്ങനെയുള്ള ആ ഭയത്തിൻ്റെ ആത്മാവിന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് പകരം നീ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ, പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ നിന്റെ ജീവിതത്തെ കൊടുക്ക്. എല്ലാ ഭയങ്ങളും അവൻ ദൂരീകരിക്കും. സ്ത്രീഹന്മാരൊക്കെ പേടിച്ചരണ്ട്, ഈശോ മരിച്ചതിന് ശേഷം പേടിച്ചരണ്ട് ജീവിച്ചിരുന്ന സ്ത്രീഹന്മാര്, അവരൊന്നു ചേർന്ന് സിഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചപ്പോ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോ, നമുക്ക് പരിശുദ്ധ അമ്മയോടൊന്ന് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ അമ്മയോട് കൂടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ അമ്മയോടൊന്ന് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കാം. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. നമ്മുടെ ശിരസ് നമിച്ച് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് ഇരിക്കുകയായിരിക്കാം, നിൽക്കുകയായിരിക്കാം, എവിടെയാണെങ്കിലും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നമുക്കറിയാം, ഈശോ ഒന്നും മിച്ചം വെക്കാതെ നമുക്ക് അവനെ തന്നെ തന്നതിൻ്റെ അടയാളമാണ് പരിശുദ്ധ കുർബാന. അവൻ നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ വേറെ ആരും സഹിച്ചിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ചു. അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മാത്രം അവർ ഈ അൾത്താരയിലായിരിക്കുക. പ്രിയപ്പെട്ട മകനെ, മകളെ, അവൻ കണ്ടുമുട്ടിയവരെല്ലാം സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, വിശ്വാസത്തോടു കൂടി തൻ്റെ മുൻപിൽ നിന്ന് എല്ലാവരെയും അവൻ തൊട്ടിട്ടുണ്ട്. അത് രക്തസ്രാവക്കാരിയാകട്ടെ, തൊട്ടുകൂടായ്മയിൽ പേറുന്ന ഒരു കുഷ്ഠരോഗിയാകട്ടെ, എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന സക്കേവൂസ് ആകട്ടെ, എല്ലാവരെയും കർത്താവ് മാടി വിളിച്ചിട്ടുണ്ട്. പാപത്തിന് അടിമപ്പെട്ടു പോയ ആ പാപിനിയായ പെണ്ണാകട്ടെ, എല്ലാവരെയും കർത്താവ് തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പറ്റും. അവൻ കരുണയാ, അവൻ സ്നേഹമാ, അവൻ ദയയാ. അവന്റെ സന്നിധിയിലേക്ക് പരിപൂർണമായിട്ട് അങ്ങ് സമർപ്പിച്ച് ശിരസ് നമിച്ച്, ജീവനും എൻ്റെ സർവസ്വവും എന്ന് പറഞ്ഞ് ശിരസ് നമിച്ച് പരിപൂർണമായിട്ട് സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് പറയുക, നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പം യഥാർത്ഥ ആരാധനയിലേക്ക് നമ്മളെ നയിക്കും. നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന ആരാധന പോലെ അല്ല ദൈവത്തോട് തോന്നുന്ന ആരാധന. കാരണം നമ്മളൊരു വ്യക്തിയെ ആരാധിക്കുമ്പോൾ ആ വ്യക്തി നമ്മളിലുണ്ട്, പക്ഷെ ആ വ്യക്തിയിൽ നമ്മളില്ല. ഈശോയെ ആരാധിക്കുമ്പോൾ ഈശോയിൽ നമ്മളുമുണ്ട്, ഈശോ നമ്മളിലുമുണ്ട്. നിന്റെ ഉള്ളിലെ സ്പന്ദനം മുഴുവൻ അറിയാവുന്ന കർത്താവിന് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റും. അപ്പൊ നിന്റെ ഉള്ളിൽ കർത്താവുണ്ട്, കർത്താവിൻ്റെ ഉള്ളിൽ നീയുണ്ട്. ഇതാണ് ഈ ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ സമയം കർത്താവിന് പരിപൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിച്ചേ, കർത്താവിന് പരിപൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തേ, കർത്താവിനെ ആരാധിക്കും എന്നൊരു തീരുമാനം എടുത്തേ. ഇടവക ദേവാലയത്തിൽ പോയി എനിക്ക് സമയം കിട്ടുമ്പോൾ വെറുതെ ഞാൻ സക്രാരിയുടെ മുമ്പിൽ ഇരിക്കും. എൻ്റെ ഹൃദയ രഹസ്യങ്ങളെല്ലാം ഞാൻ പങ്കുവെക്കും. ഈശോ ഞാൻ ആരാധിക്കും. പുറപ്പാടിന്റെ പുസ്തകം 23:25 നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ആരാധിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, കെണിയിൽ നിന്നെല്ലാം കർത്താവ് രക്ഷിക്കും. പിന്നെ കർത്താവാണ് നമ്മുടെ കാര്യം നോക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെക്കുമ്പോൾ, റോമാലേഖനം 12:1 12-ാം അധ്യായം 1-ാം വാക്യം നമ്മളിൽ നടക്കും. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. അപ്പൊ കർത്താവിന് ഒരു സജീവ ബലിയായി നമ്മളെ കർത്താവ് മാറ്റും. അപ്പൊ അത് പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോയെ ജീവിക്കാൻ, ഈശോ ജീവിച്ചതുപോലെ ജീവിക്കാൻ പരിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കണം. അല്ലാതെ വേറൊരു മാർഗമില്ല. ഇതൊരു ഭയങ്കര മാധുര്യത്തിന്റെ അവസ്ഥയാണ്.
നമ്മൾ പിന്നെ വചനത്തിലൂടെ കടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടു ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ ഈശോ ആഗ്രഹിക്കുക ഈശോയോട് ചേർന്നിരിക്കാനാണ്. വീണ്ടും നമ്മൾ കണ്ടു കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാ ഈശോയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുക. വീണ്ടും വചനം നമ്മളോട് പറഞ്ഞു, ഒറ്റപ്പെടലിന്റെ സാഹചര്യത്തിൽ നീ വേറെ എങ്ങോട്ടുമല്ല പോകേണ്ടത്, ദൈവസന്നിധിയിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇത് മാധുര്യത്തിന്റെ ഒരു സമയമാണ് ഈ ആരാധന എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ, നമുക്ക് തേനിലും മധുരമാം യേശുക്രിസ്തു മാധുര്യവാൻ. യേശുക്രിസ്തുവിനല്ലാതെ ഈ മാധുര്യത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഗാനത്തിന്റെ ഈരടിയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തേനിലും മധുരമാ ഈശോയിലേക്ക് നോക്കി, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ തേനിലും ചേർന്ന് പാടാം. മധുരമാ ഈശോയിലേക്ക് നോക്കി. മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: എന്നെ ആരാധിക്കണം, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. ഇതാ ഈശോ നമ്മളോട് പറയുന്ന കാര്യം. എന്നെ ആരാധിക്കണം, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. നമുക്ക് ഏതാനും സമയങ്ങൾ നിശബ്ദമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നിട്ട് കർത്താവിന് നമുക്ക് വാക്ക് കൊടുക്കാം. നമ്മുടെ ഒരൊറ്റ തീരുമാനത്തിൽ നമ്മുടെ ഭാവി മാറി മറിയും. അതുകൊണ്ട് നമ്മൾ ആരാധിച്ച് മടങ്ങിപ്പോവല്ല ചെയ്യേണ്ടത്, മറിച്ച് ആരാധന അഭിഷേകമാകാൻ തീരുമാനങ്ങൾ കർത്താവിന് സമർപ്പിക്കണം, എന്നിട്ട് പോകാവൂ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കള്, നമ്മുടെ ജീവിത പങ്കാളി എല്ലാവരെയും ഞാൻ പരിശുദ്ധ കുർബാനെ ആരാധിക്കാനായിട്ട് പ്രേരിപ്പിക്കും. പരിശുദ്ധ കുർബാനെ കുറിച്ച് മറ്റുള്ളവരോട് പറയും. പരിശുദ്ധ കുർബാനെ സ്നേഹിക്കും. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവനോളം ജീവിതത്തോളം ഞാൻ നിലകൊള്ളും. തീരുമാനം നമുക്ക് എടുക്കാം. നമുക്ക് ഏതാനും സമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദമായിട്ട് നിൽക്കാം. നിശബ്ദമായി നിന്ന് നമ്മുടെ തീരുമാനത്തെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ ആശീർവദിക്കണം, അനുഗ്രഹിക്കണമേ. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ തീരുമാനങ്ങളെ കൊടുത്ത് നമുക്ക് ഏതാനും സമയങ്ങൾ നിശബ്ദമായി നിന്ന് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ
മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമം നീ, നിത്യമഹോന്നതമം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തോഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എന്നെ പൊതിഞ്ഞു പീഡിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പീഡിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളുടെ നല്ല സുഹൃത്തും ഞങ്ങളെ ആരാധിക്കാനായിട്ടുള്ള കൃപ ഞങ്ങളിൽ നിറച്ചവനും ഞങ്ങൾക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ടുള്ള പ്രചോദനം നൽകിയവനുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.